വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൈൻഡ് ഫോൾഡ് മേക്കപ്പ് നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഇവിടെ ചാനൽ ചെയ്തത് ഞാൻ എന്താ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും. ഇവരുടെ മുഖത്താണ് നമ്മൾ കലാപരിപാടികൾ ചെയ്യാൻ പോകുന്നത്. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് ഫോൾഡ് ചെയ്തിട്ട് തരാട്ടോ. അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ ഒന്നോ കാണുന്നില്ല. ഞാൻ ഇവിടെ അടുത്ത് നേരത്തെ എന്താണ് നേരെ ഇങ്ങനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റെപ്പായിട്ട് ഇടാനായിട്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം മോയ്സ്ചറൈസർ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ണ് തുറന്നിട്ടാണ് എനിക്ക് ശരിക്കും ചെയ്യാൻ അറിഞ്ഞൂടാ. കണ്ണ് കെട്ടുമ്പോൾ എനിക്കറിയില്ല. ഇതാണ് മുഖം. 1 2 കാട് മൂക്കോ മതിയാ മതിയാ. ഇത് അടയ്ക്ക. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ മുഖത്തില് കൈ വെക്കുന്നൊന്നും ഇഷ്ടല്ല. ഞാൻ ചെയ്യും, പക്ഷെ വർത്താനം പറയണ്ട. മുഖം കാണിക്ക. എവിടെ മുഖം? ഇത് മുഖം അടക്കിയത് കോസ്റ്റ്ലി ആണ് കേട്ടോ മോയ്സ്ചറൈസർ. അപ്പൊ എനിക്ക് ഇത്രയും എവിടെ ഒന്നും കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് ഹായ്, നല്ല ഇഡ്ഡലി പോലത്തെ പോകാട്ടല്ല. നല്ല രസമുണ്ട് ഇങ്ങനെ ചെയ്യാൻ. ഇവിടെ എനിക്ക് കണ്ണു തുറന്നിട്ടൊന്നും ഒന്നും ചെയ്യാൻ ഇതുവരെ തന്നിട്ടില്ല. കൊറേ നേരമായിട്ട്. ആ ശരി. ആയാ എനിക്കറിയില്ല. ഭയങ്കര സാധനം പറയണു. മതി, ഏകദേശം ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫൗണ്ടേഷൻ. എങ്ങനെയത്? അങ്ങനെ തന്നെയാണ്. തുറക്ക്. ഒരു പ്രശ്നം ചെയ്താൽ മതി. എന്റെ മുഖത്തിലാ. എവിടെയാ? കയ്യിലാണോ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ആയാ? എന്താ ചിരിക്കണ? ഇട്ടിട്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല. കളർ കറക്റ്റ് ആരാ ചെയ്യാണ്ട് എനിക്കറിയില്ല. കറക്റ്റ് ഇല്ല. ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞേക്കാം. ഇവിടെ നമ്മൾ വളരെ മിനിമലായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഉള്ളത് വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സ്റ്റെപ്പായിട്ട് കറക്റ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ പോവും. കണ്ണ് കാണാണ്ട് ചെയ്യുമ്പോൾ പിന്നെ പറയും വേണ്ട. മുഖമൊക്കെ തപ്പണ്ടേ. അപ്പോൾ കുറേ സമയം എടുത്തിട്ടുണ്ടാവും. എനിക്കറിയില്ല. ഞാൻ എവിടെയെങ്കിലും ഒക്കെ തേച്ച് വെക്കാം. മുഖം തന്നെയാണോ എന്ന് പറഞ്ഞേക്ക്. വായിലൊക്കെ ചിലപ്പോൾ പല്ലിനൊക്കെ ആവട്ടെ. അത് പറയണം എൻ്റെ അടുത്ത്. ഇവൾക്ക് നെറ്റി ഭയങ്കര കുഞ്ഞിതാ. അപ്പൊ ചിലപ്പോ തലയില് മുടിയിലൊക്കെ മമ്മി, നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പ്രോ മേക്കപ്പ് ഇതാണ്, ബ്രൈഡ് നല്ല സർട്ടിഫൈഡ് ഒന്നല്ല. പക്ഷെ നീ ചെയ്യുന്നത് സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. അത് ശരിയാണ്. പക്ഷെ നമ്മള് എന്താ പറയാ, കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാം. താടി കാണിക്കേ. താടി എവിടെയാ? വായ അടച്ചോട്ടാ. നിന്റെ ലിപ്സ് കുത്തി വെക്കേ. അയ്യാ, എന്റെ കഴുത്ത് ഫുള്ളും കഴിഞ്ഞ. ഇതെങ്ങാനും സൂപ്പറായ
നിങ്ങൾ എൻ്റെ അടുത്ത് ക്ലാസ്സിൽ വന്നോട്ട് ആരെങ്കിലും ക്ലാസ്സിൽ നിന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം എങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റിവെഞ്ച് എടുക്കണ്ടേ? കണ്ണൊക്കെ കുത്തി പൊട്ടിക്കലെങ്കിൽ പറഞ്ഞേക്ക്. എനിക്ക് അറിഞ്ഞൂടാ, കണ്ണ് എനിക്ക് കാണാത്തോണ്ട്. എന്നിട്ട് തുപ്പണത് ദൈവമേ ആയോന്ന് എനിക്കറിയില്ല. കുറെ നേരം ഞാൻ ഇട്ട് തേക്കണു ഇവിടെ. ആയിരുന്നിട്ടാ തോന്നണത്. ഇതാണ് കോമ്പാക്ട് പൗഡർ. കാണുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇത് തുറക്കുന്ന സാധനം ഏത് ഭാഗം തുറക്കേണ്ടത്? തുറന്നു 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 ഗൈസ്. ഇത് ഇങ്ങനെ അടിക്കുക സ്പോഞ്ച് ഇല്ലാണ്ട് കൈ വെച്ചിട്ട്. ബ്രഷ് ഉണ്ടല്ലേ? ഇതാണോ? അതെനിക്കല്ലേ, ഇനി തന്നെ എടുക്കണം. ഫൗണ്ടേഷന്റെ ബ്രഷ് അല്ല. ആ കിട്ടി ഗൈസ്. കുറച്ച് കയ്യിലായിട്ടുണ്ട് തേച്ച് നോക്കാം. കളയരുത് പ്രോഡക്ട്സ്. ഇങ്ങനെ പൊന്തിച്ച് നോക്കല്ലേ, ചിലപ്പോ ഇതിക്കൂടെ കാണാതിരിക്കും. ഇപ്പൊ ഇന്നും ഇവിടെ ഇവളുടെ മുഖം തന്നെ, ഇവളുടെ മുഖേ ഇവിടെ ഭയങ്കര കുഞ്ഞിലാണ്ട്. ഇവളുടെ കണ്ണ് മുഖമൊക്കെ എവിടെയാ എനിക്ക് അറിയുന്നില്ല. കണ്ണൊക്കെ അടച്ചു വെക്കിട്ട, വായിലൊക്കെ പോയി എന്നെ പറയുന്നത്. നീ ഇവിടെ നീങ്ങി പോണത്. ഇതല്ല ഗൈസ്, ഇതൊക്കെ ട്രയലാണ്. ഇനി വരാൻ പോണതാണ് നമ്മള് നോക്കാറുണ്ട്. അയ്യോ എന്തെങ്കിലും തട്ടിപ്പൊട്ടിക്കണമെങ്കിൽ നോക്കണേ. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് ഇത് കഴിഞ്ഞ അവളുടെ മുഖം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. ഓക്കെ, അടുത്ത് നമ്മുടെ ഐബ്രോ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര ഇവളാണ് എനിക്ക് സാധാരണ ഐബ്രോ ഞാൻ എഴുതും, ഇവിടെ എനിക്ക് എഴുതി തരാറുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോവാ. കറുപ്പ് ഏതായിരുന്നു? കറുപ്പ് എനിക്കറിയില്ല, ഇതിൽ കുറേ കളറുണ്ട്. ഞാൻ ഏതെങ്കിലും അടുത്ത് എഴുതി കൊടുക്കാട്ടോ. ആദ്യമാണ് ഞാൻ കുറേ പ്രാവശ്യം എഴുതുന്നുണ്ട്. എനിക്കൊരു ഇത് ആദ്യത്തെയാണ് ബാക്കെന്ന് തോന്നണേ. എനിക്ക് തന്നെ ഇതാണ് ഐബ്രോ. ചിരിക്കാൻ കണ്ടിട്ട് എനിക്ക് പേടിയാവുണ്ട് കുറച്ച്. ഇതെന്തോ ഭംഗിയുണ്ടാവാൻ തോന്നുന്നു. ഇത് വാങ്ങുന്നില്ല, ഐബ്രോ വരുന്നില്ല കേട്ടോ. വരുന്നില്ലേ? പൗഡർ വറുത്ത് കൊടുത്തിട്ടില്ലേ? കണ്ണിന് ഇനി അടുത്തായിപ്പോ പീതാംബരം സാറേ ഇവര് പ്രാന്ത വേണമെന്ന് ചെയ്യുന്നല്ലേ നീ? ഓക്കെ മതി, നമുക്ക് ഇത്രയൊക്കെ മതി. നല്ല പിച്ചി തന്നെനിക്ക് നല്ല ഇതുണ്ട്. അടുത്തത് എന്താ? അടുത്തത് നമുക്ക് ഐഷാഡോ ഇടാം. അയ്യോ ഇത് പറയുന്നട്ടെ നീ ഏതാണ്? എനിക്ക് തുറന്നൊക്കെ താ. കാരണം ഇത് കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെങ്കിൽ നല്ലത് എനിക്ക് അടി കിട്ടും. ഞാൻ ഇവിടുത്തെ ഇവിടെ നിന്ന് ലാസ്റ്റ് എടുത്ത് എന്തെങ്കിലും എടുക്കാം.
നമുക്ക് ഡ്രസ്സൊന്നും ഇല്ല, വെറുതെ ഡ്രസ്സ് മീൻസ് ഡ്രസ് നമ്മൾ എന്താണ് ഫങ്ഷൻ ഒന്നല്ല ഇടായിരുന്നു, ഒരാഴ്ച ഇട്ടാൽ മതി. നല്ല ഭംഗി ഉണ്ടാവുന്നാണ് തോന്നണേ. കണ്ണിങ്ങട് വാങ്ങിങ്ങട് കുറച്ചെടുത്താൽ മതി, പിഗ്മെന്റഡ് ആണ്. ശരി, ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് അടുത്ത കണ്ണിടാം. അല്ലല്ല കുഴപ്പമില്ല, എടുത്തോ, പക്ഷെ കുറെ എടുക്കണ്ട. എനിക്കറിയില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കുത്തുണ്ട്, എനിക്ക് ആരുടെ വരുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്താ ശരിക്കണേ കുട്ടി എവിടെ കൈ എന്തെടുത്താൽ നോക്കോ. അത് ഇവിടെ യൂസിട്ടിട്ടുണ്ടായിരുന്നു തണുപ്പോ. പിന്നെ നമ്മളിങ്ങനെ ഒന്നും കാര്യം ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് പേടി എങ്ങനെ വരുന്നുണ്ടെന്ന്. നമുക്ക് അടുത്തത് ഐഷാഡ് കഴിയും. ഇനി നമുക്ക് കണ്ണ് ചെയ്തെടുത്താലോ? അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. കണ്ണ് തുറന്നിട്ട് എനിക്ക് മര്യാദയ്ക്ക് അറിഞ്ഞൂടാ, അതായത് കുറച്ച് നേരം പിടിക്കും കണ്ണ് കാണാതെ. കൈ തട്ടുമ്പോ നോക്കണേ. ഇത് വേണം. ദൈവമേ താത്തോന്ന് എന്തായാലും എനിക്കറിഞ്ഞു. അടുത്ത കണ്ണ് മതി, ഇതൊക്കെ മതിയിട്ട് ചിലപ്പോ വല്ല വേറെ വഴിയാകുന്നത്. ഉള്ളിൽ കയറിയാ ആയാ ഭംഗിയുണ്ടാ? നല്ല ഭംഗിയുണ്ട്, കുഴപ്പമില്ല. ഓക്കെ യെസ്. പൊതുവെ ഞാൻ ഈ ഡേയ്സിലൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതെനിക്ക് ഇത്തിരി ഇറിറ്റേഷൻ പോലത്തെ ഒരു ഫീലിങ്സ് തരും. അത് അവളുടെയാണ്. അപ്പം എനിക്ക് ഈ ഭാഗം ഇങ്ങനെ ഇറിറ്റേറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്? ബ്ലഷ് അല്ലേ? ബ്ലഷ് അതിൻ്റെ ഇതാണ് തോന്നുന്നു. അതെ, ഇങ്ങനെ ഇടാറുള്ളത്. അതെ, ബ്ലഷ് നമുക്ക് ഇതും ഏതെങ്കിലും ഒരു കളറൊക്കെ ഇട്ട് കൊടുക്കാം. കാണിക്കട്ടെ ബ്ലഷൊക്കെ. ഇതാണ് കാണുന്നു, എനിക്കറിയില്ല. കാണുന്നുണ്ട് ക്യാമറയില്. ഇത് എന്താ എത്ര കളറിൽ തന്നെ എനിക്കറിയില്ല. നമുക്ക് ഏതെങ്കിലും തന്നെ ഇട്ട് കൊടുക്കാട്ടോ. ഇത് ആദ്യത്തെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാൻ ഇങ്ങനെ ആദ്യത്തെയാണ്, അത് നമുക്ക് കളർ എന്താണുള്ളതെന്ന് അറിയില്ല. ഭംഗിയുണ്ടാ? ഇട്ടാലറിയുള്ളൂ ഭംഗിയുണ്ടോന്ന്. മതിയാ? ആയിട്ടുണ്ടാ? എനിക്കറിയില്ല, ഇതൊന്നും ചെയ്യും. ശരി, നമുക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഒന്നും ഉണ്ടെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നപ്പോൾ എനിക്ക് അറിയുന്നില്ല എന്താന്നുള്ള സംഭവം. ബ്ലഷ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് അല്ല. ഓക്കെ ഗൈസ്, ബ്രഷ് മതി, ഇത് മതി വെച്ചാൽ ഇവിടെ. ഇനി പൊട്ട് കുത്തണ്ടേ? നമുക്ക് പൊട്ട് കുത്താം. എനിക്ക് ആയില്ലേ നിർമ്മല കഴിയാൻ പൊട്ട് കുത്താം. കൂടി ഉണ്ട് കേട്ടോ. അയ്യോ, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പൊട്ട് കുത്താട്ടാ, അത് ഞാൻ പറഞ്ഞു. ഒരു കൈ നോക്ക്, തട്ടരുത്. മറ്റേ ലിപ്സ്റ്റിക്ക് എടുത്താലോ? അയ്യോ, കയ്യിലൊക്കെ അവിടെ തോന്നുന്നുണ്ട്. നമുക്ക് മറ്റേത് എടുക്കാം, ഇത് ചിലപ്പോൾ വരില്ല, കഴിയാറായിട്ടുണ്ട്. ഇതെടുക്കാം നമുക്കിത്. ഇത് വേറെ
2 ലിപ്സ്റ്റിക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇതില്ല എന്താ ശരിക്കണേ ഭംഗിയുണ്ടോന്ന് കമന്റ് ചെയ്യാ. ഒരു മിനിറ്റ് നീ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടാ. പള്ളിയിലായാലും തുറ്റാണ്. പല്ലിലായ കുഴപ്പമില്ല, അത് ഭംഗിയുണ്ടാവും. ഒരു വായോ കഴിഞ്ഞോ? ഇല്ല, ഇട്ടിട്ടില്ലല്ലോ, ആയിട്ടില്ലല്ലോ. ഫുള്ളും ആയിട്ടല്ലോ. ചുണ്ടിൽ മാത്രം വെച്ചാൽ മതിയല്ലോ. ചുണ്ടില് മാത്രമേ കഴിഞ്ഞ ചുണ്ട് കുഞ്ഞിനെ എനിക്ക് അറിഞ്ഞൂടെ. മതി മതി, നമുക്ക് ശരിയാവില്ലത്. എന്താണെന്ന് വെച്ചാലേ ചെപ്പി ഇവിടേക്ക് കണ്ടെത്തണത് ഇവിടേക്ക് ആവും. ഞാൻ അത്ര ആക്കില്ല തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് പൊട്ടുത്താം. ആയില്ലേ ലിപ്സ്റ്റിക് ഒക്കെ ആയില്ലേ? ആയില്ലേ എല്ലാവരുടെ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് അതിലെ പൊട്ടിയിട്ടാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ഇത് വന്നിട്ട് കാണിക്കിട്ടാ. ഇവൾക്ക് ഇങ്ങനത്തെ മറ്റേ നമ്മുടെ അമ്മമാര് കുത്തിരി ഇങ്ങനത്തെ ഇങ്ങനെ മഴ തുള്ളി പോലത്തെ പൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ തൊട്ട് കൊടുക്കാം നമുക്ക്. അയാളോ ആണോ? കൊള്ളാം. കുറച്ചുകൂടെ വെച്ചെടുക്കട്ടെ? മതിയാ? മതി, ഓക്കെയാണ്. മതിയല്ലേ? മതി കഴിച്ച് നമുക്ക് എന്താണ് ഇനി ഇവിടേക്ക് ഒരു ടാസ്ക് നമുക്ക് എന്താ ഇവിടെ അടുത്ത് ഫോൺ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഭംഗിയുണ്ടോന്ന് പറയാ. ഞാൻ തുറക്കട്ടെ കണ്ണ്? ഭംഗിയുണ്ടാ? കണ്ണ് തുറന്നിട്ട് പറയണേ. എല്ലാം ചെയ്തില്ലേ ഞാൻ? എത്ര ഞാൻ കണ്ണ് തുറക്കാൻ പോവാണേ. മൈ ഗോഡ്, എന്താണ്ടായേ? റാണ്ടിക്ക് എന്തേ കളറ്? ചോര. ഞാൻ കൊച്ചിലിരിക്കുമ്പോഴേ തന്നെ താൻ ഇതൊക്കെ ചെയ്യൂല. അതിനേലും ഫസ്റ്റാണ് കഴിച്ചത്. ശരിക്കും പറഞ്ഞു, ഐ എം വെരി മച്ച് ഡിസപ്പോയിന്റഡ്. പക്ഷേ ഇവിടെ കണ്ണ് ഇവിടെ കാണുമ്പോ നല്ല മറ്റേ ഇപ്പോഴത്തെ നമ്മളെ വിങ്സ് മാത്രം ഇതുമില്ലേ അതുപോലെ ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് വിങ്സ് ആണോ ഗൈസ്? നിങ്ങൾ തന്നെ പറയും, ഇത് വിങ്സ് ആണോ? നല്ല ഭംഗിയുണ്ട്. ഇത് നോക്ക്. അതെന്താ മൂക്കിന്ന് ചോര. പിന്നെ ബ്ലഷ്, ഇവിടേക്കാണ് ബ്ലഷ്. ശരിക്കും കുറേ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനേ ഒരു ക്ലിപ്പ് നമുക്ക് ബാക്ക് ക്യാമറയിൽ ഇവിടെ മുഖം മാത്രം നമുക്ക് സൂം ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയാം. കുഴപ്പമില്ല. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. കാരണം ഞാൻ കണ്ണ് ഇട്ടിട്ടാണ് ഇത്ര ചെയ്തത്. പിന്നെ പൊട്ട് നോക്കി പൊട്ട് നല്ല ഭംഗിയില്ലേ. ഇച്ചിരി കുറച്ച് സ്ഥലം ഇവിടെ മാറിപ്പോയെന്നുള്ള പിന്നെ ഇതിൽ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞോന്ന് എൻ്റെ ഐബ്രോസ്. അല്ലെങ്കിൽ അത് കാണില്ല കേട്ടോ. ഇതിലാണ് ഫൗണ്ടേഷനും പിന്നെ ഐ ഷാഡോ ഒക്കെ ഐബ്രോയിലാണ്. ഈ ഐബ്രോ ഇത് എന്ത് ഷേപ്പാണെന്ന് പോലും എനിക്കറിയില്ല. I have no words guys. ഓക്കെ, എന്നാലും നീ പറയ്, ഇത്രയും ചെയ്തിട്ടില്ലേ? ഇത്രേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്ത മേക്കപ്പ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നല്ലാതെ കമന്റ് ഗൈസ്. നമ്മളെ ലാസ്റ്റ് പാർട്ടിൽ വന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഈ മേക്കപ്പ് വാഷ് ഔട്ട് ചെയ്തു. ഇനി നിങ്ങൾ പറയും ഇവൾക്ക് എന്ത് റിവെഞ്ചാണ്ട് കൊടുക്കണ്ടേന്ന്. പിന്നെ ഇവളുടെ ക്ലാസ്, പിന്നെ എന്താണ് നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു.
ഇനിയും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്നോട് ഹോപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ക്ലാസ്സിലൊക്കെ ചേരാം, കുഴപ്പമൊന്നുമില്ല. ഫ്രീ ക്ലാസ് ആണ്. പൈസ നോക്കട്ടെ, കുഴപ്പമില്ല. ഫ്രീ ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ ഫ്രീ ക്ലാസ് എടുത്തുതരാം. പിന്നെ നമുക്ക് ഇതാണ് ഇവളെ എന്താണ് വീഡിയോയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ട് ഇവള് വരില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു കോണ്ടാക്ട് ഒക്കെ വേണമല്ലോ. മാഡം ഭയങ്കര ബിസിയാണ്. അപ്പം നമ്മൾ പിടിച്ച് ഇരുത്തിയേക്കാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് വീഡിയോക്ക് വരാൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇതിലൂടെ എൻ്റെ സ്കില്ലൊക്കെ മനസ്സിലായില്ലേ എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാവരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഓക്കെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയിൽ ഫസ്റ്റ് തൊട്ട് കാണുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ഇതുപോലെ പൊട്ടത്തരങ്ങളൊക്കെ കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും നമ്മൾ രണ്ടുപേരും വീഡിയോസൊക്കെ മേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചായിരിക്കും. നിങ്ങൾ ഒപ്പീനിയൻ പറയണം. എന്താ ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്യാം. സോ ടാറ്റ, ബൈ ബൈ.